നമസ്കാരം. ഒറ്റ മഴയത്ത് തലസ്ഥാനത്തെ കിഴക്കേക്കോട്ടയും പ്രധാന നഗര കേന്ദ്രങ്ങളെല്ലാം ചെളിവെള്ളത്തിൽ അല്ലെങ്കിൽ അഴുക്കുചാലിൽ മുങ്ങിയപ്പോൾ നിങ്ങളെല്ലാം കരുതി ഇത് മേയറുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ വീഴ്ചയെന്നാണ്. എന്നല്ലേ? നിങ്ങളാണ് മണ്ടന്മാർ. അതായത് ഇത് കോർപ്പറേഷന്റെ ഒരു പുതിയ പദ്ധതിയാണ്. തലസ്ഥാന നഗരത്തിൽ താമര കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചു. താമര കൃഷി നടത്തണമെങ്കിൽ എന്ത് വേണം? കൊണ്ടുവന്ന് റോഡിൽ നടാൻ പറ്റൂലല്ലോ. താമരയ്ക്ക് വേണ്ടത് എന്താണ്? അതിന് നല്ല ചെളിയും നല്ല അഴുക്കുചാലും ഉള്ളിടത്ത് മാത്രമേ ഈ സാധനം ഇങ്ങനെ മൊട്ടിട്ട് വരത്തുള്ളൂ. അത് മൊട്ടിട്ട് വളർത്താൻ വേണ്ടിയാണ് നഗരത്തിൽ നോക്കിയേ, കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള പ്രദേശത്താണെങ്കിൽ നല്ല, പ്രത്യേകിച്ച് പപ്പനാവന്റെ അമ്പലം ഇരിപ്പുണ്ട്, അവിടെ മുഴുവൻ അങ്ങ് താമര കൃഷി നടത്തി എങ്ങനെയിരിക്കും? ഗംഭീരമായിരിക്കില്ലേ? നഗരത്തിന്റെ ലുക്ക് മാറില്ലേ? അങ്ങനെ താമര കൃഷിക്ക് വേണ്ടി നില ഒഴുകുന്ന പരിപാടിയാണ് ഇന്നലെ കണ്ടത് എന്നാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ പദ്ധതിയെക്കുറിച്ച് അറിയാതെ നിങ്ങളൊക്കെ മണ്ടന്മാർ തന്നെയല്ലോ. BJPയുടെ ഈ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കാതെ ഈ ബ്ലൂ പ്രിന്റ് വികസനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി തലസ്ഥാന നഗരത്തിൽ കിഴക്കേക്കോട്ടയിലേക്ക് ചെല്ലുമ്പോൾ താമര ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരമായിരിക്കും. നഗരത്തിന്റെ ലുക്കേ മാറില്ലേ? ആ ലുക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇതുപോലെയൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാക്കിയത്. അത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ചത് ഇത് ഞങ്ങളുടെ കഴിവ് കേടാണെന്ന്. ഞങ്ങളുടെ കഴിവ് കാണാതിരിക്കുന്നതേ ഉള്ളൂ. വരും കാലങ്ങളിൽ ഇനി തലസ്ഥാനത്ത് എത്തുമ്പോൾ നിങ്ങൾ റോഡിൽ താമര വിരിഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാണ്. അങ്ങനെ നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോയാൽ കാണാൻ പറ്റുമോ? അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വികസനം. ആ വികസനം നടപ്പിലാക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഇറക്കിയതാണ്. ആ ബ്ലൂ പ്രിന്റ് ഇറക്കിയ സന്ദർഭത്തിലാണ് യവന്മാരെല്ലാം കൂടി കിടന്ന് ഇവിടെ കൊണ ആക്കുന്നതെന്നാണ് മേയർ സംഘവും പറയുന്നത്. ഒന്നും ആയിട്ടില്ല. ഈ മഴക്കാലം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഞങ്ങളിപ്പോൾ വിത്ത് ഇറക്കാൻ പോവുകയാണ്. 2 ദിവസത്തിനകത്ത്, അതായത് നാളെ തന്നെ പറ്റുമെങ്കിൽ വിത്ത് അവിടെ ഇറക്കി, വിത്ത് ഇട്ടതിന് ശേഷം ഇതിനെ മുളപ്പിച്ചെടുത്ത് അവിടെ ഞങ്ങൾ മുഴുവൻ ഒരു താമര കാടുണ്ടാക്കും. എന്തിനിവിടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ്, അവിടെ എല്ലാം നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ താമരകളിൽ മൂടി നിൽക്കുന്ന ഒരു നഗരം, അതിനു വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചതാണ്. അതിന് വേണ്ടത് നല്ല ചെളിക്കുണ്ടുള്ള വെള്ളമാണ്. അത് എവിടെന്നാ കിട്ടാൻ പറ്റുള്ളൂ? അത് ഓടയെന്നേ പുറത്തേക്ക് വരാൻ പറ്റൂ. അതിനുവേണ്ടി നേരത്തെ തന്നെ മുൻകൂട്ടി പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കിയതിൻ്റെ റിസൾട്ടാണ് ആദ്യ മഴയത്ത് പുറത്തു വന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇതെല്ലാം കോർപ്പറേഷന്റെ കഴിവുകേടാണെന്ന് പറയുമ്പോൾ, ഞങ്ങൾ നാളുകളിൽ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതി കാണുമ്പോൾ നിങ്ങളുടെ എല്ലാം കണ്ണ് തള്ളിപ്പോവും. അതാണ് തലസ്ഥാന നഗരത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് വിസ്മയം. ആ വിസ്മയത്തിന്റെ ആദ്യ ചുവടുവെപ്പ് വന്നപ്പോഴേ കിടന്ന് അലയ്ക്കാതെ മിണ്ടാതിരിക്കണ്ട, ഞങ്ങൾ അവിടെ ഒന്ന് വിത്തിട്ടോട്ട്, അതൊന്ന് പൊടിച്ച് വന്നോട്ട്, ഒന്ന് വിരിഞ്ഞോട്ട്, അപ്പം നിന്റെയൊക്കെ ഈ വാചകവാടി നിന്നോളും. ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും കിഴക്കേക്കോട്ടയിലും തമ്പാനൂരിലും വെള്ളം കയറി, ആ അഴുക്ക വെള്ളത്തിലൂടെ എവിടെ നേരെ കടകൾക്കകത്ത് വരെ വെള്ളം കയറി വരെ ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് വരും കാലങ്ങളിൽ തലസ്ഥാനത്ത് മറ്റൊരു മനോഹര കാഴ്ച ഒരുക്കാൻ വേണ്ടിയുള്ള ചെറിയ ബുദ്ധിമുട്ടായിട്ട് കണ്ടാൽ മതി എന്നാണ് ഇവർ ചിലർ നൽകുന്ന വിശദീകരണം. വമ്പം പ്രോജക്റ്റ് തന്നെ രാജ്യത്ത് കേരളം അല്ലെങ്കിൽ തലസ്ഥാന നഗരം താമരക്കാടായിട്ട് ഇനി അറിയപ്പെടാൻ പോകുന്നു എന്ന് ആലോചിച്ച് നമുക്ക് ഈ മഴക്കാലത്ത് സമാധാനിക്കാം.